മൂന്നാളും പറയും. നമസ്കാരം. ഞാൻ തോന്നിട്ടുള്ളത് പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡിലുള്ള ഓട്ടോ ചേട്ടന്മാരുടെ ഇവിടെ. ഇപ്പോൾ പാലക്കാട് ശക്തമായ മത്സരമുണ്ടോ അല്ലേ? മൂന്ന് ശക്തമായ ഇപ്രാവശ്യം പാലക്കാട് നിങ്ങളുടെ ചേട്ടൊരു രാഷ്ട്രീയത്തിൻ്റെ കൂടെ പാലക്കാട് ആരാ ജയിക്കും? നമ്മളെ കൽപ്പനയിൽ പറഞ്ഞാൽ മനസ്സിലുള്ളത് NMR ബിരിയാണി റസാക്ക് വരുന്നതാണ് നമ്മൾ വിശ്വാസമുണ്ട്. ശക്തമായ വിശ്വാസമുണ്ടോ? വ്യക്തമായിട്ട് വിശ്വാസം. കാരണം മൂന്ന് പാർട്ടികളാണ്. ഞാൻ വരുന്നു. കാരണം പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് പോരാ, BJP അതിശക്തമായി നിൽക്കുന്നില്ല. അപ്പോൾ മത്സരം ആരാണ്? UDF-ഉം മറ്റേ BJP. വിശ്വാസമുണ്ട്. പേർക്ക് ആദ്യം അഭിപ്രായമൊക്കെ വരും. ഇവിടെ 2 ഓട്ടോച്ചേട്ടന്മാരുടെ അഭിപ്രായം NMR വരുന്നതാണ്. ഓൺലൈൻ മീഡിയ പാലക്കാട് ശക്തമായ മത്സരമാണ്. അപ്പോൾ ആര് വരുന്ന ചേട്ടൻ്റെ അഭിപ്രായം? NMR റസാക്കിനെ വരുള്ളൂ. അത്ര വിശ്വാസമുണ്ട്. കാരണം പറഞ്ഞാൽ മൂപ്പരെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി, നല്ലൊരു വിശ്വാസമുള്ള പാർട്ടി ചിഹ്ന മോതിരമാണ് വരുന്ന ഉറപ്പാണ്. ഈ മോതിരം അവർക്ക് ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അല്ല, കൺഫ്യൂഷൻ ആവും. എന്നാലും ഒരു ആത്മഹത്യ ഒരു വിശ്വാസമുള്ള പാർട്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി. 3 പേരുടെ അഭിപ്രായം. 3 പേരും ഇതൊരു ഓൺലൈൻ ചാനലാണ്, ഓൺലൈൻ മീഡിയ എന്നാണ്. അപ്പോൾ പാലക്കാട് 3 മത്സരം വെക്കുന്നുണ്ട് കോൺഗ്രസ്. അപ്പോൾ ആര് വരും ചേട്ടൻ്റെ അഭിപ്രായം? LDF വരുന്നതാണ് അല്ലേ? NMR വരുന്നതാണ്. നല്ല വിശ്വാസം അല്ലേ? ഇപ്പോൾ ഭൂരിപക്ഷം 2-3-4 പേര് വരെ NMR റസാക്ക് വരുന്നതാണ് ഓരോരുത്തർ. കൂടുതലും ഒരു ഓൺലൈൻ മീഡിയമാണ്. അപ്പോൾ പാലക്കാട് ഇപ്രാവശ്യം 3 പേര് ശക്തമായ മത്സരമായിട്ടാണ്. അപ്പോൾ ആര് വരുന്നതാണ്? വരുന്നതാണ് ചേട്ടൻ്റെ തീർച്ചയായും ചേട്ടൻ്റെ ചേട്ടൻ്റെ പേര് സെന്തിലെ ചേട്ടൻ്റെ പേര് BJP വരുന്നതാണ്. കാരണം എന്താ ഇതാണ്? പിന്നെ ഭരണം അറിയില്ല. ഇപ്പോഴത്തെ ഭരണം അറിയില്ലേ? മാറി ഭരിച്ചിട്ട് 2 പേരും മരിച്ചിട്ട് എന്താ ഉള്ളത്? വരണമെന്നാണ് ആഗ്രഹം. BJP വരുവുള്ളൂ, ശോഭാ സുരേന്ദ്രനെ വരുവുള്ളൂ. ഉറപ്പാണ്, തീർച്ചയായിട്ടും. ഒരാൾ പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ വരുന്നതാണ്. നമുക്ക് കണ്ടതാക്കാം. ഒരു ഓൺലൈൻ മീഡിയമാണ്. അപ്പോൾ പാലക്കാട് 3 പേരും മത്സരം. ആര് വരുന്നതാണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം? ഭരിക്കുന്ന പാർട്ടി പറ്റേ ഭരിക്കുന്ന ആൾക്കാരുടെ ആളെ വന്നാലും ഗുണം കിട്ടുള്ളൂ. അതുപോലെ അവർ വരുന്നുണ്ട്. NMR വരും. ഭരിക്കണ പാർട്ടി ആര് ഭരിക്കണോ അവൻ്റെ MLA വരണം. നമ്മുടെ ഗുണം കിട്ടും. അല്ല, MLA ഇലക്ഷൻ വന്നാലും ഭരിക്കാൻ ആര് തീരുമാനമാകുള്ളൂ? UDF വരുന്ന പറയണേ. UDF-ൻ്റെ MLA കുറച്ചുകൂടി ഗുണം കിട്ടും. ഇപ്പോൾ UDF-ൻ്റെ പിഷാര് വരുന്നതാണ് അല്ലേ? നല്ല കോൺഗ്രസ് വരുടെ അങ്ങനെ വരുന്നത് നല്ലത് അല്ലേ? MLA ആയിട്ട് ഒരു കാര്യമില്ലല്ലോ. അതില്ല. അപ്പോൾ ഒരാൾ വന്ന് UDF പിഷാരടി വരുന്നതാണ്. നമുക്ക് ഇനി അടുത്ത ആൾ കയറുക. അല്ല, ഒരു ഓൺലൈൻ മീഡിയ പാലക്കാട് ശക്തമായ മത്സരമുണ്ട് പ്രാവശ്യം. ആര് വരുന്ന ആ ചേർന്നങ്ങളെ എനിക്കറിയില്ല. ഇപ്പോൾ 2-3 പേര് LDF വരുന്ന. ഒരാൾ പറഞ്ഞു പിഷാരടി വരുന്നതാണ്. നമുക്ക് ഇനി അടുത്ത ടീമിലൊക്കെ ചോദിച്ചു നോക്കാം ആര് വരുന്നുള്ളത്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ഉറപ്പാണ്. അതിന് കാരണം എന്താണ് പറയുന്നത്? അതിന് കാരണം BJP ഭരണം, കേന്ദ്ര ഭരണത്തിൽ നല്ല സപ്പോർട്ടുണ്ട്. എല്ലാ ആനുകൂല്യങ്ങളും കേരളത്തിലേക്ക് കൊടുക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ വരുന്ന ആഗ്രഹം, വരുന്നതാണ് വിശ്വാസം അല്ലേ? വരുന്നതാണ് എൻ്റെ വിശ്വാസം. ആരാണ് ശോഭാ സുരേന്ദ്രൻ വരുന്നത്? കാരണം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കേന്ദ്ര ഭരണം കേരളത്തിൽ വരണം എല്ലാവരും പുറത്തു ശോഭാ സുരേന്ദ്രൻ വരണമല്ലേ? എന്നാൽ ഒരു ചാൻസ് കൊടുക്കട്ടെ. അല്ലേ, ചാൻസ് നിങ്ങളെല്ലാം ചാൻസ് കൊടുക്കും. പ്രാവശ്യം ചാൻസ് കൊടുക്കണം. ഓക്കെ, എങ്ങനെയുണ്ട് അടുത്ത പ്രാവശ്യം അല്ലേ? എന്നാലും ഒരു 3 പേര് വന്ന് ശോഭാ സുരേന്ദ്രൻ വരുന്നതാണ് ഒരു വിശ്വസിക്കുന്നല്ലേ? ആ തന്നെ കാണാം. കേരള ഭരണം അത്തരം അടുത്തു നിങ്ങളെടുത്തു. അതായത് എന്താ പറയുക, ജനവികാരം എതിരാണ്. അതെ, 3 ശക്തമായി വന്നത് കൃഷ്ണദാസ്. ഇതിൽ പറയുന്നത് ശോഭാ സുരേന്ദ്രൻ വരുന്നതാണ്. നമുക്ക് എന്തായാലും വരണം. വിശ്വാസമുണ്ട്. പാലക്കാട് ആര് വരുന്നതാണ് ചേട്ടാ? UDF തന്നെ വരുള്ളൂ. രമേശ് പിഷാരടി വരുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ എല്ലാ പിണറായി സർക്കാരിൻ്റെ എല്ലാ കാണുമ്പോൾ
വരാനുള്ള സാധ്യത വരണം. UDF വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് സുബ്രഹ്മണ്യൻ. അതെ, അദ്ദേഹം പറയുന്നത് പിഷാരടി വരുന്നതാണ് അദ്ദേഹം ശക്തമായി വിശ്വസിക്കുന്നത്. നമുക്ക് അടുത്ത ടീമിനൊക്കെ പോയി നോക്കാം. ഞാനൊരു ഓൺലൈൻ മീഡിയ എന്നാണ്. പാലക്കാട് ആര് വരുന്ന അഭിപ്രായം പറയുന്നത്? പാലക്കാട് ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായം പറയാനൊന്നുമില്ല. ആര് വരുന്നൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അല്ലേ? നമുക്ക് രാഷ്ട്രീയത്തിനെ പറ്റി അറിയില്ല, പിന്നെ നമ്മളെന്ത് വർത്തമാനം പറയാനാണ്. പാലക്കാട് നോക്കാം, അടുത്ത് നോക്കാം. ഞാനൊരു ഓൺലൈൻ മീഡിയ ആണ്. അപ്പോൾ പാലക്കാട് പ്രാവശ്യം ആര് വരും എന്നുള്ള അഭിപ്രായം? ജനങ്ങളുടെ നമുക്കൊന്നും പറയാൻ അല്ല, ഇത് ഓൺലൈൻ മീഡിയ ആണ്. പാലക്കാട് ആര് വരും എന്നുള്ള അഭിപ്രായം? ആര് വന്നാലും ആർക്കും നമുക്കിത് ഓടിയാലൊന്നും നമുക്ക് വീട്ടിലേക്ക് അരി വാങ്ങിക്കാൻ പറ്റുമോ? അതെ അല്ലേ? ആര് വന്നാലും കാര്യമില്ല അല്ലേ? അദ്ദേഹത്തിന് അത്ര ആര് വന്നാലും കാര്യമില്ലല്ലോ. നമുക്ക് എന്തായാലും കൂടുതൽ കണ്ടു നോക്കാം. കൂടുതൽ UDF-നാണ് ഇതുവരെ LDF വരുന്നത്. എല്ലാം കാത്തിരുന്ന് കണ്ടു